ഞാനും സുതപ്പനും കൂടി ഒരു കൊതിച്ചിപ്പാറുവിനെയും കൂട്ടിയിട്ട് പറൂര് വന്നേക്കണേ കേട്ടാ. കൊതിച്ചിപ്പാറു വേറെ ആരും അല്ല കേട്ടാ, നമ്മൾ മലപ്പുറത്ത് സുനിച്ചേട്ടൻ്റെ ഒരു കസിൻ ഉണ്ടല്ലോ, ആ കസിൻ്റെ മകളാണ് കേട്ടാ. അവളാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മേനെ കാണാൻ വേണ്ടി ഓണ വെക്കേഷനായിട്ട് ആൾ വന്നേക്കണേണ്. ആളവിടെ പഠിക്കണോണ്ട് തന്നെ അധികം ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വെക്കേഷൻ കഴിഞ്ഞ് ആൾ പോവുകയും ചെയ്യും. ആൾക്കാണെങ്കിൽ ഒരു ചെറിയ പൂതി ഉണ്ടായിരുന്നു. ആളുടെ ഭാഷയിൽ പൂതി എന്നാണല്ലോ പറയണത്. പൂതി വേറൊന്നുമല്ല, ഒരു ഷവർമ്മ കഴിക്കാനാണ്. അപ്പം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വേഗം തന്നെ ദേ പറൂരേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാശിയിലോട്ടാണ് കേട്ടോ വന്നേക്കണത്. പറൂരാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓണത്തിൻ്റെ. പിന്നെ ദേ ചേട്ടനും അനിയത്തിയും കൂടി ആണെങ്കിൽ അവിടെ തകൃതിയായിട്ട് കളിയൊക്കെ നടക്കുന്നുണ്ട്. കളി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇടിയായോ എന്നൊരു സംശയമുണ്ട്. രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. സുതപ്പനാണെങ്കിൽ ഇങ്ങനെ പിള്ളേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഇങ്ങനെ കീരി പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ അവളായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് കൂടി പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല കട്ട ബ്ലോക്ക് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കൊതിച്ച സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അനിയത്തിയും മണത്ത് നോക്കണുണ്ട് കേട്ടോ. ചേട്ടനത് കൊതിയുണ്ടെങ്കിലും ചേട്ടൻ അങ്ങനെ പറയാറൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേറൊരു കൊച്ചു ബേബിയും കൂടി നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബേബിയാണിട്ടിത്, തുമ്പിമോളാണിട്ടിത്. തുമ്പിമോൾ ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ഇടി ഇതുവരെ തീർന്നിട്ടില്ലേ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. രണ്ടുപേരും കൂടി റൊണാൾഡോ മെസ്സി എന്നൊക്കെ പറഞ്ഞാണ് തോന്നുന്നത് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനും ചേച്ചിയും എന്താണ് കാണിക്കണേന്ന് നോക്കിയാണ് ആളിങ്ങനെ നിൽക്കുന്നത്. പിന്നെ അത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ദേ ഇവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നു. പിന്നെ നൈസായിട്ട് കൊതിയുള്ളൊരു വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഇപ്പം ഷവർമ്മ വേണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. പറയാത്തത് കൊണ്ട് തന്നെ അറിഞ്ഞ് തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ആളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പണ്ടൊന്നും സുധു ഷവർമ്മ ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ, മയോണീസൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എന്തോ അധികം അങ്ങനെ വാങ്ങിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.